നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഓപ്ഷൻ ബയേഴ്സ്, ഓപ്ഷൻ സെല്ലേഴ്സ്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഓപ്ഷൻ സെൽ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ചിലർ പറയുന്നതൊക്കെ ഓപ്ഷൻ ബൈ ചെയ്താലാണ് മാർക്കറ്റിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. നമുക്കതിൻ്റെ ഒരു ട്രൂത്ത് എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. ഇപ്പോൾ ഓപ്ഷൻ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഒരു വലിയൊരു മൂവ്മെന്റ് മുകളിലേക്ക് വരും എന്ന് കരുതിയിട്ട് ഇപ്പോൾ സി പൊസിഷൻ ബൈ ചെയ്തിടുന്നതിനെയാണ് ഓപ്ഷൻ ബൈ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെന്റ് എപ്പോഴും ഇതേ രീതിയിൽ ഒരു ഫാസ്റ്റ് ഒരു മൂവ്മെന്റ് മുകളിലേക്ക് നടത്തുമ്പോഴാണ് എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ സി പൊസിഷൻ ബൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് സഡൻ ആയിട്ടുള്ള ഒരു ഫാൾ എപ്പോഴും താഴത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും പി പൊസിഷൻ ബൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇനി ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പ്രത്യേക ഒരു റേഞ്ചിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റുകളൊക്കെ നടത്തുന്ന ഒരു സമയത്ത് ഇവർക്ക് എപ്പോഴും ഒരു പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കും. ഇവർ ഈ ഒരു റേഞ്ചിന്റെ അപ്പുറത്തുള്ള സി പൊസിഷൻ ഷോർട്ട് സെൽ ചെയ്തിടും. കാരണം മാർക്കറ്റ് അവിടേക്ക് വരില്ല എന്നുള്ളൊരു നിഗമനത്തിൽ. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു പ്രത്യേക റേഞ്ചിന് താഴെ പോകില്ലെങ്കിൽ അവർ ഇവിടെ പി പൊസിഷൻ സെല്ല് ചെയ്തിടും. ഇതിനപ്പുറത്തുള്ള പി പൊസിഷൻ സെല്ല് ചെയ്തിടും. അപ്പോൾ മാർക്കറ്റ് എക്സ്പയറി ആകുന്ന ഒരു സമയത്ത് ഈ റേഞ്ചിൽ നിലനിൽക്കുമ്പോൾ ഇവിടെ സെൽ ചെയ്തിട്ടുള്ള സി പൊസിഷൻ അല്ലെങ്കിൽ ഇവിടെ സെൽ ചെയ്തിട്ടുള്ള പി പൊസിഷൻ ഇവർക്ക് ഒരു പ്രോഫിറ്റിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റ് ഇതേപോലത്തെ ഒരു സൈഡ് വൈസ് ചെറിയൊരു മൂവ്മെന്റുകളൊക്കെ നടത്തുന്ന ഒരു സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സക്സസ് ആയിരിക്കും. ഇതാണ് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. മാർക്കറ്റിൽ ഇതേപോലത്തെ വലിയൊരു മൂവ്മെന്റ് മുകളിലേക്ക് വരുന്നത് നമുക്കൊരു 10 ദിവസത്തെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ മാക്സിമം 2-3 ദിവസമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലത്തെ വോളറ്റൈൽ ആൻഡ് സൈഡ് വൈസ് മൂവ്മെന്റുകളൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. മാർക്കറ്റിലെ 7 ദിവസങ്ങളിലും മാർക്കറ്റിൽ ഇതേപോലത്തെ ഒരു മൂവ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സിന് ഒരു 100 ഡേയ്സ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 70 ദിവസവും ഇതേപോലത്തെ ഒരു മൂവ്മെന്റാണ് കൂടുതൽ സാധ്യത വരുന്നത്. അതിലൊരു 30 ദിവസത്തിന് താഴെയാണ് ഇതേപോലത്തെ ഒരു വലിയൊരു മൂവ്മെന്റ് മുകളിലേക്ക് താഴത്തേക്ക് ഒരു സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് വരുമ്പോഴാണ് ഓപ്ഷൻ ബയേഴ്സിന് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. സൈഡ് വൈസോ വോളറ്റൈലോ മൂവ്മെന്റ് വരുമ്പോൾ എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സിനാണ് ഇവിടെ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഇത് മനസ്സിലാക്കുക. ഓപ്ഷൻ ബയർ ആകണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് വേണം. നമുക്കൊരു സാധാരണ ഒരു സ്കില്ല് അല്ല ഇതിൽ വേണ്ടത്, എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് വേണം. എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിരന്തരമായിട്ടുള്ള ഇരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പല ടൈപ്പിലുണ്ട്. ബുൾ മാർക്കറ്റ്, സൈഡ് വേസ് മാർക്കറ്റ്. ഓരോ വർഷം കൂടുമ്പോഴും മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ, മാർക്കറ്റ് കണ്ടീഷനൊക്കെ മാറിക്കൊണ്ടിരിക്കും. റേഞ്ച് മാർക്കറ്റ്, വോളറ്റൈൽ മാർക്കറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിലെ പല ടൈപ്പുള്ള ക്രാഷുകൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, പല ടൈപ്പുള്ള ഒരു ബുൾ മാർക്കറ്റ് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇതാണ് മാർക്കറ്റിലെ റൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. സാധാരണ പുതിയതായിട്ടുള്ള വരുന്ന ഒരാളുകൾ ഫെയിൽ ആകുന്നത് ഇവിടെയാണ്. പുതിയതായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം എക്സ്പീരിയൻസ് വരണമെങ്കിൽ 5 ഇയേഴ്സിന്റെ മുകളിലെങ്കിലും ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് എല്ലാ മാർക്കറ്റിലും കളിച്ചിട്ടുള്ള ആ ഒരു സ്കില്ല് നേടിയെടുക്കാൻ പറ്റുന്നത്. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് നേടിയെടുക്കാൻ പറ്റുന്നത് എപ്പോഴും മാർക്കറ്റിലെ ഒരു വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് എപ്പോഴും എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് നേടിയെടുക്കാൻ പറ്റും. 10 ദിവസത്തെ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 1-2 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസമായിരിക്കും വലിയൊരു മൂവ്മെന്റ് മുകളിലേക്ക് അല്ലെങ്കിൽ നടത്തുന്നത്, അല്ലെങ്കിൽ വലിയൊരു മൂവ്മെന്റ് താഴത്തേക്ക് നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്താലാണ് ഇപ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് അത് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് തന്നെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മാർക്കറ്റിൻ്റെ റൈറ്റ് ഡയറക്ഷൻ ആവശ്യമുണ്ട്. മാർക്കറ്റിൽ ഒരു റൈറ്റ് ഡയറക്ഷൻ കിട്ടിയാലാണ് ഇവർക്ക് ഒരു ബൈ ചെയ്തിട്ടൊരു വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ റൈറ്റ് ഡയറക്ഷനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് പറയാം. പിന്നെ അതുപോലെ തന്നെ ആക്യുറസി, നല്ല ഒരു ഹൈ ആക്യുറസി ഉണ്ടെങ്കിലാണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് തന്നെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇനി ഓപ്ഷൻ സെല്ലേഴ്സിന് അവർക്കൊരു പ്രത്യേകിച്ചൊരു ഡയറക്ഷനൊന്നും മാർക്കറ്റിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചൊരു ഡയറക്ഷനൊന്നും ആവശ്യമില്ലെങ്കിലും പ്രോഫിറ്റ് ആക്കാനായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സിന് സാധിക്കും. മാത്രമല്ല ഇൻ കേസ് അവരുടെ ഡയറക്ഷൻ്റെ അഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഓപ്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരുവിധം ഒരു പരിധി വരെയൊക്കെ സാധിക്കും. ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സാക്റ്റ് ഡയറക്ഷൻ്റെ ആവശ്യമില്ല, അത്ര വലിയൊരു ആക്യുറസിയുടെ ആവശ്യമില്ല. പക്ഷേ ലാർജ് ക്യാപിറ്റൽ ഇവർക്ക് എപ്പോഴും വേണം. ലാർജ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് ഇവർക്കൊരു സക്സസ് ആകാൻ പറ്റുള്ളൂ.
15,000 900 നിലനിൽക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു വ്യക്തി പറയാണ് നിഫ്റ്റി 16,000 മുകളിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ നല്ല രീതിയിൽ താഴത്തേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ മാർക്കറ്റിൽ വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും വന്നില്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് നിലനിൽക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പോളിസികളോ എന്തെങ്കിലും RBI ന്യൂസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് വലിയ രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇവരിവിടെ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പോയാലും ഇവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. അവർക്കൊരു റൈറ്റ് ഡയറക്ഷൻ വേണം. ഓപ്ഷൻ സെല്ലേഴ്സിന് മാർക്കറ്റ് ഇങ്ങനത്തെ രീതിയിലേക്ക് മൂവ് ചെയ്താലും അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ട്. ഇനി അടുത്തൊരു കേസ് പറയുന്നത് ഇപ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് ഇതേ രീതിയിലുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. അവർക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഡയറക്ഷൻ വേണം. നിഫ്റ്റി 15,900 അടുത്ത് നിന്ന് വലിയൊരു ഫാൾ വരും. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവർക്ക് റൈറ്റ് ഡയറക്ഷനാണ്. എനിക്കുള്ളൊരു കൺഫ്യൂഷൻ ആക്കുന്ന രീതികളൊന്നുമില്ല. മാർക്കറ്റിന്റെ ഒരു എക്സാക്റ്റ് ഡയറക്ഷൻ കിട്ടിയാലാണ് ഇൻ കേസ് PE ബൈ ചെയ്തിട്ട് വാങ്ങുന്ന ആളുകൾക്ക് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ കേസ് ഇങ്ങനെയല്ല. ഇവർക്ക് ഇവിടേക്ക് പോകുന്നതനുസരിച്ച് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ട് കാരണം ഇവർക്ക് ലാർജ് ക്യാപിറ്റൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ട് നിലനിൽക്കാനായിട്ട് ഇവർക്ക് ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു ആക്യുറസി ഇല്ലെങ്കിലും ഇവർക്ക് ഇവരുടെ രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആക്യുറസി വേണം. 17,900ൻ്റെയോ 16,000ൻ്റെയോ PE വാങ്ങി ഹോൾഡ് ചെയ്തിട്ടതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു റേഞ്ചിലാണ് ചലിച്ചില്ലെങ്കിൽ പ്രീമിയം ഇവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇവർക്ക് വലിയൊരു ലോസ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടണം. നല്ലൊരു ആക്യുറസി ഉള്ള ഒരു ട്രേഡ് കിട്ടിയാലാണ് ഇവർക്കത് പ്രോഫിറ്റിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് ലെസ് ക്യാപിറ്റൽ വളരെ ചെറിയൊരു ക്യാപിറ്റൽ വലിയൊരു മൂവ്മെന്റ് ഇവർക്ക് ഇത് പിടിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു മൂവ്മെന്റ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും ഇവർക്കൊരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് വേണം. ആ സ്കില്ല് കിട്ടുന്നത് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. റൈറ്റ് രീതിയിലുള്ള അനാലിസിസ് നടത്തിയിട്ട് മാർക്കറ്റിനെ റൈറ്റ് രീതിയിലേക്കുള്ള ഒരു ഡയറക്ഷനിലേക്ക് അത് കൊണ്ടുപോകണം. അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിൻ്റെയും ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിൻ്റെയും വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കുക. ലോകത്തിലെ പ്രശസ്തമായിട്ടൊരു ട്രേഡർ ടോപ്പ് 10 ട്രേഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ വരുന്ന ഒരു ട്രേഡറാണ് ജോർജ് സോറോസ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ നമ്മൾ ശരിയായിരിക്കുമ്പോഴെപ്പോഴും വലിയൊരു പ്രോഫിറ്റ് നമുക്ക് എപ്പോഴും എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ എപ്പോഴും ലോങ് ടൈമിലേക്ക് അത് സക്സസ് ആകുള്ളൂ. നിഫ്റ്റി ഇപ്പോൾ വലിയൊരു മൂവ്മെന്റ് ഇപ്പോൾ ആ കൊറോണയുടെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം വലിയൊരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയൊരു മൂവ്മെന്റിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എപ്പോഴും നമ്മളത് ഏണിങ്സ് നടത്താനായിട്ട് ശ്രമിക്കണം. പക്ഷേ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് ചിലപ്പോൾ ഒരു 2022 ചിലപ്പോൾ കിട്ടില്ല, 2023 ചിലപ്പോൾ കിട്ടില്ല. ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു മൂവ്മെന്റ്. റൈറ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് വലിയൊരു മൂവ്മെന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ആ ഒരു വലിയൊരു പ്രോഫിറ്റ് നമുക്കത് ഏണിങ്സ് നടത്താൻ സാധിക്കുന്നത്. ഇനി ഓപ്ഷൻ സെല്ലേഴ്സിനെ കുറിച്ചിട്ട് അതായത് ഓപ്ഷൻ റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട ഓപ്ഷൻ സെല്ലേഴ്സ് ഈറ്റ് ലൈക്ക് എ ചിക്കൻ ബട്ട് ഷിറ്റ് ലൈക്ക് ആൻ എലിഫന്റ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കും. ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു വളരെ ലിമിറ്റഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് എപ്പോഴും നമുക്കത് കിട്ടുകയുള്ളൂ. ചിലപ്പോൾ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു 1%, 2%, 3%. പക്ഷെ അവിടെ ക്യാപിറ്റൽ വളരെയധികം വേണം. എപ്പോഴെങ്കിലും ഇവരൊരു ഡയറക്ഷൻ ഫെയിൽ ആകുകയല്ല സംഭവിക്കുന്നത്. ഇവരുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രോബ്ലംസ് വരാം, അങ്ങനത്തെ എന്തെങ്കിലും വരെ ഇഷ്യൂസ്, എറേഴ്സ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ മാർക്കറ്റിലൊക്കെ സംഭവിക്കാവുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ് ഒക്കെ മാർക്കറ്റിലൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് വലിയൊരു ലോസ് വരും. ഇവർ ചിലപ്പോൾ ഒരു 10 ദിവസം എടുത്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ടൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഓപ്ഷൻ റൈറ്റേഴ്സിന് സംഭവിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. 10 വർഷം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് 11ാമത്തെ വർഷം എല്ലാ എമൗണ്ടും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻ റൈറ്റേഴ്സ് വേൾഡിലുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സ് ഒക്കെ ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ക്യാപിറ്റലൊക്കെ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്തു പരിശീലിക്കുക. ഓപ്ഷൻ സെല്ലേഴ്സിന്റെ ഒരു ഹിസ്റ്ററി ഇങ്ങനെയാണ് വരുന്നത്. അവർ ചിലപ്പോൾ ഒരു 100 ദിവസത്തെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 99 ദിവസം ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് ചിലപ്പോൾ അവർക്ക് ഒരു ദിവസം കൊണ്ട് അവർക്ക് അത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ
അത്രയും വലിയൊരു റിസ്ക് ഉണ്ട് ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കൂടുതലാണ്. പക്ഷേ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കും. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ല്, എക്സ്പീരിയൻസ്, മാർക്കറ്റിന്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ, ആക്യുറസി കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഡയറക്ഷൻ ഇല്ലെങ്കിലും അവർക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് ഇൻ കേസ് നിലനിൽക്കാനായിട്ട് സാധിക്കും. അവർക്കൊരു വലിയൊരു ആക്യുറസി ഇല്ലെങ്കിലും മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന, ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഓപ്ഷൻ ബൈ ചെയ്ത് പണം ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവർക്ക് മാർക്കറ്റിലെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലില്ല. മാർക്കറ്റിന് കൃത്യമായിട്ട് മാർക്കറ്റിനെ റൈറ്റ് രീതിയിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ അറിയില്ല, ആക്യുറസി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവര് ഓപ്ഷൻ സെൽ ചെയ്താൽ മാത്രമാണ് പൈസ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് രീതിയിൽ മാർക്കറ്റ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. മാർക്കറ്റ് കൃത്യമായിട്ട് ഫാള് വരുന്നു എന്നുണ്ടെങ്കിൽ ക്രാഷ് എന്ന് തന്നെ കണ്ടിട്ട് മാർക്കറ്റിന് അത് ചെയ്യാനായിട്ട് കിട്ടണം. ആ സമയത്ത് ആ ന്യൂസ് വന്നു കഴിഞ്ഞാൽ കയറിപ്പോകും. അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, മാർക്കറ്റ് അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ മാർക്കറ്റിൽ കുറെ എക്സ്ക്യൂസുകൾ നടത്തുന്നവർക്ക് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോഫിറ്റ് കിട്ടില്ല. അതാണ് പറഞ്ഞത്, ഞാൻ എക്സാക്റ്റ് മാർക്കറ്റ് ഡയറക്ഷൻ, റൈറ്റ് മാർക്കറ്റ് ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്തിട്ട് അത് ഹൈ ആക്യുറസിയിൽ ചെയ്യുന്നവർക്കാണ് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടുള്ളൂ. എൻ്റെ ഒരു ട്രേഡിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യും, ഓപ്ഷൻ സെല്ല് ചെയ്യും. ഞാൻ രണ്ടും ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു എക്സ്പയറി സമയത്ത് കൂടുതൽ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുക. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു മൂവ്മെൻറ്റുകൾ വരുന്നൊരു സമയത്ത് ഓപ്ഷൻ ബൈ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ മേജർ ഫാളുകൾ, വലിയൊരു ഫാളുകൾ വരുന്നൊരു സമയത്തും ഞാൻ ഓപ്ഷൻ ബൈ ആണ് ഞാൻ ചെയ്യാറ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചാർട്ട് ഷെയർ ചെയ്ത് തരാം. ഇത് നിഫ്റ്റിയുടെ ഗ്രാഫാണ്. നിഫ്റ്റിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഈ ഒരു ഫാൾ വന്നൊരു സമയത്താണ് എനിക്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത്. അത് ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്ന അക്കൗണ്ടിലാണ് പറയുന്നത്. 15,200ൻ്റെയോ 15,300ൻ്റെയോ ഒക്കെ പി പൊസിഷൻ ഈ ഒരു റേഞ്ചിൽ നിലനിൽക്കുമ്പോഴൊക്കെ പി പൊസിഷൻ എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. നിഫ്റ്റി വലിയൊരു ഫാൾ വന്നൊരു സമയത്താണ് എനിക്കൊരു വലിയൊരു പ്രോഫിറ്റ് വന്നത്. പ്രീവിയസ് യൂട്യൂബ് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് പി പൊസിഷൻ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. മാർക്കറ്റ് എത്രത്തോളം ഒരു താഴ്ത്തു വന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കൊറോണയുടെ ഒരു സമയത്ത് വലിയൊരു ഫാള് മാർക്കറ്റിൽ വന്ന സമയത്ത് നിഫ്റ്റിയുടെ 12,000ൻ്റെ പി പൊസിഷൻ എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് അതുമ്മ കിട്ടിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. മാത്രമല്ല നിഫ്റ്റിയുടെ ഈ ഒരു 300 പോയിന്റിന്റെ ഒരു ഫാള് താഴത്തേക്ക് വന്നപ്പോഴും എൻ്റെ കയ്യിൽ പി പൊസിഷൻ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പി പൊസിഷൻ ഹോൾഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അതിൽ റിസ്ക് മാനേജ്മെന്റ് റൂളുകളും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയുള്ളൂ. ആ ഒരു ട്രേഡ് ഇൻ കേസ് മിസ്സിങ് വന്നാലും അത് പക്ഷേ എന്നെ ബാധിക്കില്ല. കാരണം അതിലൊരു ലോസ് വന്നാലും മാക്സിമം എത്രത്തോളമാണ് ലോസ് വരുള്ളൂ എന്ന് എനിക്ക് അതറിയാൻ സാധിക്കും. പക്ഷെ ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും അതെനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഒരു ക്യാപിറ്റലിനെ എത്രയും പെട്ടെന്ന് ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നത് ചില സമയത്ത് ചെയ്യുന്ന ഓപ്ഷൻ ബൈമലാണത്. ഇവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരും. നമ്മൾ ശരിയായിരിക്കുമ്പോൾ എപ്പോഴും വലിയൊരു പ്രോഫിറ്റ് എടുക്കുമ്പോഴാണ് എപ്പോഴും നമ്മുടെ ഒരു അക്കൗണ്ട് വലിയൊരു ഗ്രോത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് എനിക്ക് എന്താ വോയിസ് എന്ന് നിങ്ങൾക്ക് ചോദിക്കും. എൻ്റെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇവിടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 100 ദിവസത്തെ ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. മാർച്ച് മുതൽ ഇപ്പോൾ ഇന്നലെ വരെയുള്ള ഒരു പ്രോഫിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻസ് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അല്ലാതെ ഇതിൽ വേറൊരു ഫ്യൂച്ചർ ചെയ്യാറില്ല, വേറൊരു സ്ട്രാറ്റജിയും ചെയ്യാറില്ല. ഓപ്ഷൻസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടാണിത്. ഓക്കെ, ഇതൊരു ചെറിയൊരു അക്കൗണ്ടാണ്, വലിയൊരു അക്കൗണ്ട് ഒന്നല്ല. ഇവിടെ P&L നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിലീസായിട്ടുള്ള P&L എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വളരെ ഒരു ചെറിയൊരു നിസ്സാര നാളുകൾ കൊണ്ടാണ് ഈ ഒരു P&L ഗ്രോത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ P&L കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 60 ഡേ ചലഞ്ച് ഉണ്ട്.
ഇതൊരു 60 ഡേ ചലഞ്ചാണ്. ഇത് നോക്കുക. കഴിഞ്ഞ ചലഞ്ചിൽ 9 ലക്ഷമാണ് ഏർണിങ്സ് നടത്തിയത്. അതിന് തൊട്ട് മുൻപത്തെ ചലഞ്ചിൽ 4 ലാഖാണ്. അതൊരു ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് ഏർണിങ്സ് നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ്. ഇതിപ്പോൾ എൻഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ കാണുന്നത്. കണ്ടോ, കഴിഞ്ഞ ചലഞ്ചിൽ ഇത് ഓൾറെഡി വിൻ ആയിട്ടുണ്ട്. ഈ ഗ്രോത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പേ ഇൻ ആണ്, ഇവിടെ പേ ഔട്ട് ആണ്. ഇതിൽ പേ ഔട്ട് നടത്താത്ത അക്കൗണ്ട് ആണ്. ഇതിവിടെ പേ ഔട്ട് നടത്തിയതായിട്ട് കാണിക്കുന്നത് എന്താണെങ്കിൽ 3 മാസം കൂടുമ്പോൾ പേ ഔട്ട് നടത്തണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ നിന്ന് പേ ഔട്ട് ആയി പോകും. അല്ലാതെ ഇതിൽ പേ ഔട്ട് നടത്തിയിട്ടില്ല. ഈ ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കഴിഞ്ഞൊരു 100 ദിവസത്തെ ഒരു ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൻ്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇത് എവിടെ നിന്ന് എത്ര ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേജ് നോക്കുക. അറൗണ്ട് ഈ ഒരു റേഞ്ചിനടുത്താണ് ഈ ഒരു അക്കൗണ്ട് ഒരു ഗ്രോത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയത് ഇവിടെ നിന്നല്ല. ഈ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് വളരെ ഒരു ചെറിയൊരു ക്യാപിറ്റലിനാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു അക്കൗണ്ടിലൊക്കെ എൻ്റെ ഒരു വലിയൊരു ഗ്രോത്ത്, കാരണം നിങ്ങൾക്കത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്ര പെർസെൻറ്റേജ് ആണ് അത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പെർസെൻറ്റേജിലേക്കാണ് അത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു ഓപ്ഷൻ സെല്ല് മാത്രം ചെയ്താൽ ഒന്നും അത്രയും വലിയൊരു ക്യാപിറ്റലിലേക്ക് അക്കൗണ്ട് ഒരു വലിയൊരു മൂവ്മെന്റ് നടത്തില്ല അത്. അപ്പോൾ അത്രയും ചെറിയൊരു മാസങ്ങൾക്കുള്ളിൽ ആ ഒരു വലിയൊരു മൂവ്മെന്റിലേക്ക് ആ ഒരു അക്കൗണ്ട് നടത്തുന്നത്, അതിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ട്രേഡുകളാണ്. ഇപ്പം എൻ്റെ ഒരു അക്കൗണ്ട് ആയാലും എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആയാലും എക്സ്ട്രാ ഓർഡിനറി മൂവ്മെന്റ് നടത്തുന്നത് ഞാൻ ചില സമയത്ത് ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി സ്കില്ല്, എക്സ്പീരിയൻസ്, റൈറ്റ് മാർക്കറ്റ് ഡയറക്ഷൻ, ആക്യുറസി, ലെസ് ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന ഓപ്ഷൻ ബൈയിങ്ങിലാണ് എനിക്ക് വലിയൊരു മൂവ്മെന്റ് ചില സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് കിട്ടാറ്. അത് ഞാൻ പറയുന്ന പോലെ എപ്പോഴും ആ ഒരു മൂവ്മെന്റ് കിട്ടില്ല. എപ്പോഴും മാർക്കറ്റിൽ അത്തരം രീതിയിലേക്ക് ഇൻകേസ് പി വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി വാങ്ങിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു മൂവ്മെന്റ് കിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മേജർ മൂവ്മെന്റുകൾ വരാൻ തോന്നുമ്പോഴാണ് എൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ തന്നെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ക്യാപിറ്റൽ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഒരു പി പൊസിഷനോ സി പൊസിഷനോ വാങ്ങിയിടും. ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ലൂസ് ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൗണ്ടറിയുടെ പുറത്തേക്ക് അടിച്ച് കയറ്റിയാലാണ് അദ്ദേഹത്തിൻ്റെ റൺ റേറ്റ് കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. ഇതേപോലത്തെ വലിയൊരു ഓപ്പർച്യൂണിറ്റികൾ വരുന്നൊരു സമയത്ത് എടുക്കുന്ന പി പൊസിഷൻ അല്ലെങ്കിൽ സി പൊസിഷനിലാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നത് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറയാനുള്ളത്, അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആകാനുണ്ട്. എക്സാക്റ്റ് മാർക്കറ്റ് ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയണം. ആക്യുറസി ഉള്ള ഒരു സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് അറിയണം. ഇത്തരം കാര്യങ്ങൾ വന്നാലാണ് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഒരു സക്സസ് വരുള്ളൂ. കാരണം ഇത് അത്ര എളുപ്പമല്ല ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഒരു സക്സസ് ആവുന്നത്. അത്രയും നല്ലൊരു മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമാണ് ഓപ്ഷൻ ബൈ ചെയ്തിട്ട്. ഇപ്പോൾ ഇത്തരം കഴിവുകളൊന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഓപ്ഷൻ സെല്ലേഴ്സ് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ഓപ്ഷൻ സെല്ലേഴ്സ് ഞാൻ നിലനിൽക്കുമെങ്കിലും ഞാനും ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അക്കൗണ്ടിലെ വലിയൊരു മൂവ്മെന്റുകൾ നടത്തുന്നത് ചില സമയത്ത് നടത്തുന്ന ഓപ്ഷൻ ബൈമലാണ് ആ ഒരു വലിയൊരു പ്രോഫിറ്റ് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ലോകത്തിൽ തന്നെ ടോപ്പ് ട്രേഡർ ആയിട്ടുള്ള ഡാൻ സാഗർ, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പെർസെൻറ്റേജ് റിട്ടേൺസ് നേടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് 29,000% മുകളിലാണ്. അദ്ദേഹം ഗൂഗിളിന്റെ സിഇ പൊസിഷൻ ബൈ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് വലിയൊരു പെർസെൻറ്റേജ് റിട്ടേൺസ് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം നേടുന്നത്. ഗൂഗിളിന്റെ 250 ഗൂഗിളിൽ നിൽക്കുമ്പോൾ ഗൂഗിളിന്റെ സിഇ പൊസിഷൻ ബൈ ചെയ്തിട്ടാണ്. നിങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രത്യേക ഒരു പെർസെൻറ്റേജിന്റെ മുകളിലേക്ക് അക്കൗണ്ടിനെ ഗ്രോത്തിലേക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ഓപ്ഷൻ ബൈയിങ് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ എവിടെ ബൈ ചെയ്യണം, ഏത് സമയത്ത് പുട്ട് വാങ്ങി ഹോൾഡ് ചെയ്യണം, ഏത് സമയത്ത് സി വാങ്ങി ഹോൾഡ് ചെയ്യുമെന്ന് അറിഞ്ഞാലാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി മൂവ്മെന്റ് നടത്താനായിട്ട്, ഇപ്പം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ എക്സ്ട്രാ ഓർഡിനറി മൂവ്മെന്റ് നടത്താനുള്ള ഒരു സാധ്യത. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു അക്കൗണ്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നത്. അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.